ഉമ്മൻചാണ്ടി ഇവിടെ എന്ത് ചെയ്തു? അതിന് പുതുപ്പള്ളി മറുപടി നൽകി. 53 കൊല്ലം ഉമ്മൻചാണ്ടി ചെയ്തതൊക്കെ തന്നെ ഇനി ഇവിടെ മതിയല്ല. ചേച്ചി ഭയങ്കര മാസാണ് കേട്ടോ. നമ്മുടെ ഇലക്ഷൻ്റെ സമയമൊക്കെ കഴിഞ്ഞപ്പോൾ റിസൾട്ടൊക്കെ വന്നതിന് ശേഷമൊക്കെ നമ്മുടെ ഈ പറയുന്ന കുറേ വലതുപക്ഷ അനുഭാവികൾ ഈ വലതുപക്ഷത്തിന് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിലൊരു കാഴ്ചയാണ് കേട്ടോ ഇത്. ചേച്ചി എന്തൊക്കെയോ വലിയ രീതിയിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ 53 വർഷങ്ങളിൽ ഉമ്മൻചാണ്ടി എന്ത് ചെയ്തോ അത് തന്നെ മതി, അതിനപ്പുറത്തേക്ക് ഒന്നും ഇവിടെ വേണ്ട, അത് തന്നെ ഇനി തുടരാൻ പോകുന്നുള്ളൂ. വളരെ മാസും എന്താ പറയുക, ഒരു മാസ്മരികതയൊക്കെ ആയിട്ടുള്ള നമ്മളെയൊക്കെ ഇങ്ങനെ രോമമൊക്കെ എഴുന്നേറ്റ് നിന്ന് 2 റൗണ്ട് ഓടി ഇങ്ങനെ പുത്തിരിക്കണ്ടം മൈതാനം വഴിയൊക്കെ ഓടി ട്രിവാൻഡ്രം ജംഗ്ഷൻ മുഴുവനും ഓടി അവസാനം ഈ നമ്മുടെ ഏതെങ്കിലും ഒരു ലൊക്കാലിറ്റി വന്ന് നിൽക്കുന്നത് പോലെയുള്ള നല്ല കിണ്ണം കാഴ്ച സ്പീച്ചായിരുന്നു. പക്ഷേ ഇതിന് ശേഷമുള്ള നിങ്ങൾ കാണണ്ടേ, എന്താണ് അവിടെ നടക്കുന്നത് നിങ്ങൾ അറിയണ്ടേ. ചാണ്ടി ഉമ്മൻ തന്നെ പറയുകയാണ്, സുഹൃത്തുക്കളെ, പിണറായി വിജയൻ തന്നെ മതിയായിരുന്നു, പിണറായി വിജയൻ ഇരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത് പോലെ ഒന്നുമല്ല ഇന്നിവിടുത്തെ കാര്യങ്ങൾ. നമ്മുടെ റോഡിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അതീവ ശോചനീയമായിട്ടുള്ളൊരു സാഹചര്യമാണ്. റോഡിലെ കുഴികളൊക്കെ ഞാൻ എണ്ണുമ്പോൾ 13ഉം 15ഉം കുഴികൾ അല്ലെ 20 കുഴികളൊക്കെ ഒരു റോഡിലുള്ളത്. ഒരു മീറ്റർ 1 കിലോമീറ്ററിനകത്തുള്ള ചുറ്റളവിലുള്ള റോഡുകളിലൊക്കെ 15 കുഴികളൊക്കെയാണ്. അത്രയും വലിയ കുഴികളൊക്കെ ഉള്ള റോഡ് ഇവിടുത്തെ പൊതുമരാമത്ത് വകുപ്പ് പിണറായി വിജയൻ ഇവിടുത്തെ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞു പോയിട്ടും അവരവിടുന്ന് ഒരു കാര്യങ്ങളിലും പ്രിക്കോഷൻസ് എടുക്കുന്നില്ല, ഒരു കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്നില്ല, ഒന്നും വേണ്ട പോലെ ചെയ്യുന്നില്ല. ഞാനിത് മുഖ്യമന്ത്രി വന്നിട്ട് പോയിട്ട് പോലും ഒരു കാര്യങ്ങളിലും ഒരു തീരുമാനങ്ങളും എടുക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ചാണ്ടിയുമ്മൻ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും നിങ്ങളെ ആ വീഡിയോ ബാക്കി എന്താണ് ചാണ്ടിയുമ്മൻ പറയുന്നതെന്ന് കാണിച്ചു തരാം, ഒന്ന് കണ്ടുപോയിക്കോ. ഭരണം മാറിയിട്ടും പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുടെ സമീപനം മാറുന്നില്ലെന്നും പുതുപ്പള്ളിയിലെ റോഡുകൾ തകർന്നിട്ട് ടാർ ചെയ്യുന്നില്ലെന്നും ചാണ്ടിയുമ്മൻ MLA 3 മാസം കൂടി നോക്കും, അല്ലെങ്കിൽ സമരമാർഗം സ്വീകരിക്കും. പുതുപ്പള്ളി മണ്ഡലത്തിലെ റോഡുകളൊക്കെ സ്വന്തം പാർട്ടിക്കെതിരെ സ്വയം സമരം. കാഞ്ഞിരപ്പള്ളി വരെ ചങ്ങനാശ്ശേരി വരെ കോട്ടയം വരെ ഞങ്ങളുടെ ബോർഡറിലെല്ലാം റോഡ് നല്ലതാണ്. പുതുപ്പള്ളിയിലോട്ട് കയറുമ്പോൾ റോഡ് താഴ്ന്നതാണ്. അത് കാരണവശാൽ അനുവദിക്കില്ല. ഞാൻ മന്ത്രിയോട് പലതവണ സംസാരിച്ചിട്ട് മാറിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ശക്തമായ നിലപാടുമായിട്ട് മുന്നോട്ട്. മുഖ്യമന്ത്രി വന്നിട്ട് പോലും ഇവര് അത് ഒന്ന് ചെയ്യാൻ തയ്യാറായില്ല എന്ന് പറയുമ്പോൾ സീരിയസ് സിറ്റുവേഷൻ. അത് അനമ്പാവ് ഉണ്ടോ എന്നുള്ളത് സമ്മതിക്കാതിരിക്കാൻ പറ്റും. പുതുപ്പള്ളിയിലെ റോഡുകൾ ശരിയാക്കിയില്ലെങ്കിൽ ശക്തമായ ഒരു സമരമാർഗത്തിൽ കൂടി പോകുന്നതാണ് ചാണ്ടിയുമ്മൻ MLA പങ്കുവച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ഇവിടെ വന്നപ്പോ തൊട്ട് ആവർത്തിച്ച് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. 53 കൊല്ലം ഉമ്മൻചാണ്ടി ഇവിടെ എന്ത് ചെയ്തു? അതിന് പുതുപ്പള്ളി മറുപടി നൽകി. 53 കൊല്ലം ഉമ്മൻചാണ്ടി ചെയ്തതൊക്കെ തന്നെ ഇനി ഇവിടെ മതിയല്ല. 53 കൊല്ലം ഉമ്മൻചാണ്ടി ചെയ്തതൊക്കെ തന്നെ ഇവിടെ മതിയെന്നേ, വേറെ ഒന്നും വേണ്ട. പിണറായി വിജയൻ ഇവിടെ ഇരിക്കുമ്പോൾ ചെയ്യുന്നതെല്ലാം അഴിമതിയായിരുന്നു. ആ അഴിമതിയിൽ കൂടി ഉണ്ടാക്കുന്നതൊന്നും ഞങ്ങൾക്ക് വേണ്ട. റോഡില്ലെങ്കിലും റോഡുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല എന്നൊക്കെയാണല്ലോ ഇവരുടെയൊക്കെ ഒരു ഭാഷ്യം. പക്ഷേ ഇവരുടെ കൂട്ടത്തിലുള്ള ഉമ്മൻചാണ്ടിയുടെ മകനായിട്ടുള്ള ചാണ്ടി ഉമ്മൻ തന്നെ രംഗത്തേക്ക് വന്ന് പ്രതികരിക്കുകയാണ്. പിണറായി വിജയൻ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇനിയും ഇതൊരു 3 മാസം ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഞങ്ങൾ സമരമുറ സ്വീകരിക്കും, സമരത്തിലേക്ക് ഞങ്ങൾ നീങ്ങും. അങ്ങനെ പോയി കഴിഞ്ഞാൽ സതീശൻ്റെ കൂട്ടത്തിൽ ആരെങ്കിലും വന്നാലും ഈ പരിപാടികളൊന്നും നടക്കില്ല എന്നുള്ള രീതിയിൽ തന്നെ ചാണ്ടിയുമ്മൻ പറയുകയാണ്. ചാണ്ടിയുമ്മൻ്റെ അടുത്ത് നേരത്തെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ, ആനി എന്ന് പറയുന്ന ആനീസ് കിച്ചണിലെ ആ ഒരു അവതാരിക ഒരു ചോദ്യം ചോദിക്കുമ്പോൾ, അല്ല ഒരു അഭിനേത്രി ആ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ചാണ്ടിയുമ്മൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഏറ്റവും നല്ലൊരു ക്യാപ്റ്റൻ, ഏറ്റവും നല്ലൊരു ലീഡർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാണ്ടിയുമ്മന് പറയാനുള്ളൊരു പേര് അത് പിണറായി വിജയൻ സഖാവായിരുന്നു. എന്തുകൊണ്ടാണ്? തൻ്റെ പിതാവിൻ്റെ മരണാനന്തര ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് പിണറായി വിജയൻ സഖാവ് അവിടെ വന്നിട്ട് അയാളോടും അയാളുടെ കൂട്ടത്തിലുള്ള ആളുകളോടും ഒക്കെ പെരുമാറിയ രീതിയെ വെച്ചുകൊണ്ടാണ് ചാണ്ടിയുമ്മൻ ആ രീതിയിൽ ഒരു പരാമർശം നടത്തിയത്. അപ്പോൾ പിണറായി വിജയൻ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ എങ്ങനെയായിരുന്നു, എന്തായിരുന്നു എന്ന് ഇന്ന് പലർക്കും മനസ്സിലാവുന്നുണ്ടാവാം. എന്നാലും കുറ്റം പറയാൻ വേണ്ടിയിട്ട് കുറേയധികം ആളുകൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ എന്ത് പറയാനാ? ഇനിയും ഉണ്ട് കേട്ടോ, ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ പുതിയ സർക്കാർ വന്നപ്പോൾ ഒരുപാട് വികസനങ്ങളാണ് നമ്മുടെ ഈ സർക്കാർ ആശുപത്രികളിലും മറ്റുള്ള ഇടങ്ങളിലുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ എന്തായാലും അതിലൊരു വലിയ വികസനം കാണിച്ചു തരാം. ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത്. രോഗികൾക്ക് കിടക്കാൻ കട്ടിലുകളില്ല, എന്തിനേറെ പറയാം, ഒരു മെത്തയോ ഒന്നുമില്ല. ഒരു പാവയാണെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം. അങ്ങനെ അവരവിടെ കിടക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത്.
നമ്പർ 1 കേരളത്തിലെ നമ്പർ 1 ആരോഗ്യ മേഖലയാണ് നിങ്ങൾ കാണുന്നത്. ഇത് ഞാൻ പറയുമ്പോൾ കുറേ ആളുകൾ ഇപ്പോൾ ചോദിക്കും, പിണറായി വിജയൻ ഇവിടെ ഇരുന്നിട്ട് എന്തുണ്ടാക്കി, പിണറായി വിജയൻ്റെ കാലത്ത് ഇത് ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ, എന്നിട്ട് എന്താ ചെയ്തതെന്നൊക്കെ ചോദിക്കും. അങ്ങനെ ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, പിണറായി വിജയൻ മുഴുവനും ദൂരത്തല്ലേ സുഹൃത്തുക്കളെ ചെയ്തത്. ഈ നാട്ടിലിരിക്കുന്ന സമയത്ത് അധികാരത്തിൽ നിന്ന് മാറി പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുമ്പോഴും അയാൾ ചെയ്യുന്നത് ദൂരത്തല്ലേ. അയാളുടെ മകളുമൊക്കെ എന്തൊക്കെ കള്ളത്തരങ്ങളാണ് കാണിച്ചു കൂട്ടുന്നത്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അയാൾക്ക് എവിടെ നിന്നാണ് ഈ സമയം കിട്ടുക ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? അങ്ങനെയല്ല നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. ഞാനും അങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എങ്ങനെയാണ് നമ്മൾ ആ ഒരു പിണറായി വിജയൻ ഇത് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയനെ ഈ സമയത്ത് കുറ്റം പറയാൻ പറ്റുക? പിണറായി വിജയൻ ചെയ്തതെല്ലാം തെറ്റാണല്ലോ. ഈ കേരളത്തിൽ പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കോപ്പും ചെയ്തു കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ളൊരു പിണറായി വിജയൻ ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ വിഷയം വരുമ്പോൾ മാത്രം അയാളുടെ പേരെടുത്തിടേണ്ട ആവശ്യകതയില്ലല്ലോ. ഇവിടെ എല്ലാ കാര്യങ്ങളും കൊണ്ടുവന്നത് UDF ആണല്ലോ. കല്ലിട്ടത് കൊണ്ടാണല്ലോ വന്നിരിക്കുന്നത്. ഇതും ഉമ്മൻചാണ്ടി കല്ലിട്ടത് കൊണ്ട് അതിന് മുകളിൽ LDF പണിത ഒരു ഹോസ്പിറ്റലായിരിക്കാം. അങ്ങനെയെങ്കിൽ കല്ലിട്ടതിൻ്റെ അന്ന് ഉമ്മൻചാണ്ടിക്ക് അറിയില്ലായിരുന്നു അവിടെ കട്ടിൽ വേണം, മെത്ത വേണം, അവിടെ കസേര വേണം, മറ്റുള്ള കാര്യങ്ങൾ അത്യാധുനിക സൗകര്യങ്ങൾ വേണമെന്നൊന്നും. എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് പിണറായി വിജയനെ കുറ്റം പറയുന്നതിൽ വലിയ കഴമ്പൊന്നും ഇല്ലാന്നാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ സാരം. ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും, ഇല്ലാതുള്ളവർ ഇനി എന്താടാ ഈ പറയുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. ഇത് മാത്രമല്ല കേട്ടോ, ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനിയും നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ പറ്റിക്കുന്ന പൂക്കി സർക്കാരിൻ്റെ ഒരു പൂക്കിത്തരം കാണണ്ടേ? കണ്ടു നോക്കാം. ഓണത്തിന് മുൻപ് ക്ഷേമനിധി ആനുകൂല്യങ്ങൾ നൽകാതെ സർക്കാർ വഞ്ചിച്ചെന്ന മത്സ്യത്തൊഴിലാളികൾ ട്രോളിംഗ് നിരോധനത്തിന് മുൻപായി സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ നൽകേണ്ട പണമാണ് ഇതുവരെയും ലഭിക്കാത്തത്. മത്സ്യത്തൊഴിലാളികൾ ക്ഷേമനിധിയിൽ അടച്ച 1500 രൂപ മാത്രമാണ് നൽകിയതെന്നാണ് പരാതി. ഓണത്തിന് തൊഴിലാളികൾക്ക് നൽകി വരുന്ന കിറ്റ് പോലും ഇത്തവണ നൽകിയില്ലെന്ന ആക്ഷേപമുണ്ട്. ട്രോളിംഗ് നിരോധനത്തെ തുടർന്ന് ദുരിതത്തിലായ മത്സ്യത്തൊഴിലാളികൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നൽകേണ്ട ക്ഷേമനിധി ധനസഹായം ഓണമായിട്ടും വിതരണം ചെയ്തില്ല. ഓണത്തിന് മുൻപ് എല്ലാ ആനുകൂല്യങ്ങളും നൽകുമെന്ന് പ്രഖ്യാപിച്ച് സർക്കാർ വഞ്ചിക്കുകയായിരുന്നുവെന്ന് മത്സ്യത്തൊഴിലാളികൾ കുറ്റപ്പെടുത്തി. വി.ഡി. സതീശന്റെ ഗവൺമെന്റ് വന്നതിന് ശേഷം ഈ തീരദേശ മേഖലയിലകത്ത് മത്സ്യത്തൊഴിലാളികൾ ആകെ വലിയ ഭീതിയിലാണ്. ഒരു ആനുകൂല്യം കൊടുക്കാൻ കഴിയാത്ത ഒരു ഉദ്യോഗസ്ഥര്, ആ വകുപ്പ് മന്ത്രി തന്നെ ഈ മേഖലയിലകത്ത് വേണ്ടത്ര ഒരു ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ളത്. നിലവിൽ തൊഴിലാളികൾ സ്വന്തം കയ്യിൽ നിന്ന് അടച്ച 1500 രൂപ മാത്രമാണ് തിരികെ കിട്ടിയത്. കേന്ദ്രവും സംസ്ഥാനവും വിഹിതമായി നൽകേണ്ട 1500 രൂപ വീതം 3000 രൂപ ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ വറുതിക്കാലത്തും അടിയന്തര സഹായം വൈകിക്കുന്നത് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ കടുത്ത പ്രതിസന്ധിയിലാക്കുകയാണ്. മത്സ്യത്തൊഴിലാളികളെ അരമുറുക്കിയിട്ട് ജീവിക്കുന്ന മനുഷ്യരാണ്. പട്ടിണി കിടന്നു കഴിഞ്ഞാൽ കക്കാൻ പോകില്ല. കടലിനെ പറ്റി അറിയാനോ ഈ മത്സ്യത്തൊഴിലാളികളെ അറിയാനോ ആ വകുപ്പടിക്കുന്ന മന്ത്രി ആയിരിക്കണ്ടേ? കുട്ടികൾ കൊടുക്കുന്ന വർഷത്തിൽ വരെ കയറ്റ് വാരി സ്കോളർഷിപ്പ്, മത്സ്യത്തൊഴിലാളി കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കിട്ടിയ ദിവസം മറന്നിട്ടുണ്ട്. കടലിൽ അവധിപ്പെട്ട് കഴിഞ്ഞാൽ ഒരു മരണാന്തര സംഖ്യ കൊടുക്കലുണ്ട്. അതുവരെ ഇപ്പോൾ ഇല്ല. ജനങ്ങൾ ഏറെ പ്രതീക്ഷയോടെ അധികാരത്തിലേറ്റിയ സർക്കാർ മത്സ്യത്തൊഴിലാളികളെ പൂർണ്ണമായി അവഗണിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നാണ് ആരോപണം. മുൻ സർക്കാർ ഓണത്തിന് മുന്നോടിയായി മുഴുവൻ ക്ഷേമനിധി ആനുകൂല്യങ്ങളും പ്രത്യേക ഓണക്കിറ്റും വിതരണം ചെയ്തിരുന്നു. എന്നാൽ ഇത്തവണ എല്ലാം മുടങ്ങിയെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ പരാതി. ന്യൂസ് മലയാളം, കോഴിക്കോട്. കണ്ടില്ലേ, ഇത് പറയുന്നത് കൈരളി TVയോ ദേശാഭിമാനിയോ ഒന്നും അല്ല കേട്ടോ. ന്യൂസ് മലയാളം എന്ന് പറയുന്ന ചാനലാണ്. അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു ക്യാപ്സ്യൂളുമായിട്ടൊക്കെ വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പറ്റിയൊരു പ്ലാറ്റ്ഫോം അല്ല. അതുകൊണ്ട് കമൻറ്റ് ബോക്സിൽ വന്ന് മെഴുകാൻ നോക്കിക്കഴിഞ്ഞാൽ ഏക്കില്ല കേട്ടോ. ഇതാ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് കേട്ടില്ലേ, കഴിഞ്ഞ ഓണം വരെ ഞങ്ങൾക്കെല്ലാം കിട്ടിയിരുന്നു. കുട്ടികൾക്കുള്ള കാര്യങ്ങളിൽ, കുട്ടികൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളിലും കുട്ടികൾക്ക് കിട്ടുന്ന അരിയിലും ഒന്നും ഒരു മായവും ചേർക്കാതെ എല്ലാം കൃത്യമായിട്ട് ഞങ്ങൾക്ക് എത്തിച്ചു തന്നിരുന്നു. ആരാണ്? പിണറായി വിജയൻ സഖാവ്. അയാളിരിക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിരുന്നുവെന്ന് പിണറായി വിജയൻ സഖാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. നമുക്കറിയാം, ഈ മത്സ്യത്തൊഴിലാളികളെ വേണ്ട രീതിയിൽ പരിഗണിക്കാത്ത പൂക്കി സർക്കാരിൻ്റെ പൂക്കിത്തരത്തിനെതിരെ അദ്ദേഹം സംസാരിച്ച സമയത്ത് പറഞ്ഞൊരു കാര്യം, ഈ മത്സ്യത്തൊഴിലാളികൾ എക്കാലത്തും എല്ലായ്പ്പോഴും അതിദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. അവരിതുവരെയും ദാരിദ്ര്യമുക്തമെന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. ഒരു ഉപജീവന മാർഗം മത്സ്യബന്ധനമാണെങ്കിലും അവർക്ക് അതിൽ നിന്ന് ഒരു നിത്യവും ഒരു വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നില്ല. അതായത് ഒരു സ്ഥിര വരുമാനം അവർക്ക് കിട്ടില്ല. ഇന്നിപ്പം പോയി മത്സ്യം ഒരുപാട് ബോട്ടിലേക്ക് കിട്ടിക്കഴിഞ്ഞു, മീൻ ഒരുപാട് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം പോകുമ്പോൾ ചിലപ്പോൾ അത്രയും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഒരു സ്ഥിരമായിട്ടുള്ളൊരു വരുമാനമില്ലാത്ത ആളുകൾക്ക് സർക്കാരിൻ്റെ ഒരു കൈത്താങ് എപ്പോഴും ആവശ്യമാണ്. ആ ഒരു കാര്യം മനസ്സിലാക്കി ഇടതുപക്ഷ സർക്കാർ, ഹൃദയപക്ഷമെന്ന് എല്ലാ ആളുകളും വിളിക്കുന്ന, നല്ലവർ വിളിക്കുന്ന ആ ഒരു ഹൃദയപക്ഷമായിട്ടുള്ള ഇടതുപക്ഷം അവർക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു. അവർക്ക് വേണ്ടിയിട്ട് ക്ഷേമനിധിയിൽ കൂടിയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ക്ഷേമ പെൻഷൻ അടക്കമുള്ള, സാമൂഹ്യ പെൻഷൻ അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് പെൻഷൻസ് അവർക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരുന്നു.
അവർക്ക് അവരുടെ ഉപജീവനം മെച്ചപ്പെടുത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പദ്ധതികൾ. എന്നാൽ ഇന്ന് ഈ ഒരു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ സ്വന്തം കീശ വീർപ്പിക്കാനും സ്വന്തക്കാരുടെയും ബന്ധുക്കാരുടെയും ഒക്കെ അവരുടെയൊക്കെ കീശ വീർപ്പിക്കാനും അവരുടെയൊക്കെ വീടുകൾ മോടി പിടിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സതീശനാദികൾക്ക് വേണ്ടിയിട്ട് എന്നും ജയ് വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സ്മാരകമെങ്കിലും കിട്ടും നമ്മളൊക്കെ മരിച്ചു കഴിയുമ്പോൾ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബും അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ട്സൊക്കെ പെട്ടെന്നൊരു ദിവസം അങ്ങ് വാനിഷായിപ്പോവും. ബൂം, ഒന്നും അറിയില്ല, എവിടെ പോയി, എപ്പോൾ പോയി, എങ്ങനെ വന്നു, എങ്ങനെ പോയി എന്നൊന്നും ആർക്കും അറിയാൻ പറ്റില്ല. അതാണല്ലോ ഈ നാട്ടിലെ ഒരു അവസ്ഥ എന്നൊക്കെ പറയുന്നത്. അടിയന്തരാവസ്ഥയെക്കാളും ഏറ്റവും മോശപ്പെട്ടൊരവസ്ഥ. നമ്മുടെ കേന്ദ്രത്തിലും ഇതേ അവസ്ഥയാണ് കേട്ടോ. പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയെ വിമർശിച്ചാൽ വോട്ടർ ഐ ഡിയിൽ പോലും പേര് കാണാത്ത, നമുക്ക് വോട്ട് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലേക്കൊക്കെ മാറ്റിക്കളയുന്നേ. ഇത്രയും വലിയ വികസനങ്ങൾ ആദ്യം ഉമ്മൻചാണ്ടിയുടെ വിഷയത്തിൽ തുടങ്ങി മത്സ്യത്തൊഴിലാളികളിലേക്ക് വന്നു, പിന്നെ നമ്മുടെ മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥയിലേക്ക് വന്നു. എന്തൊക്കെ വിസ്മയങ്ങളാണ് ഇനിയും നമുക്ക് കാണാനായിട്ടുള്ളതല്ലേ. 5 വർഷങ്ങൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, 3-4 മാസമല്ലേ ഉള്ളൂ, ഇനി അങ്ങോട്ട് കിടക്കുകയല്ലേ 5 വർഷങ്ങൾ അല്ലെങ്കിൽ 4.5 വർഷങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യാം. വേറെ എന്ത് ചെയ്യാൻ പറ്റും?